بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الإخوان وأخوات أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിന്റെ ഇഷ്ടം കരസ്ഥമാക്കി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യണം. പരിശുദ്ധ ഖുർആനിലെ 71-ാമത്തെ അധ്യായം സൂറത്തു നൂഹിലെ 12 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ റമദാനിന് മുമ്പ് നമ്മൾ എടുത്തിരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ 14 വരെ ഓതി വെച്ചിട്ടുണ്ടായിരുന്നു. 12 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത്. ഇൻഷാ അല്ലാഹ് 13 മുതലുള്ള വചനം നമുക്ക് ഇന്നെടുക്കാം. നിങ്ങൾ ഖുർആൻ ഓപ്പൺ ചെയ്ത് സൂറത്ത് നൂഹിലെ 13-ാമത്തെ വചനം ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ما لكم لا ترجون لله وقارا وقد خلقكم أطوارا ألم تروا كيف خلق الله 7 سماوات طباقا وجعل القمر فيهن نورا وجعل الشمس سراجا والله أنبتكم من الأرض نباتا ثم يعيدكم فيها ويخرجكم إخراجا. ഒന്നുകൂടി. ما لكم لا ترجون لله وقارا وقد خلقكم أطوارا ألم تروا كيف خلق الله 7 سماوات طباقا وجعل القمر فيهن نورا وجعل الشمس سراجا والله أنبتكم من الأرض نباتا ثم يعيدكم فيها ويخرجكم إخراجا. ഇതിൽ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാർ. മാലക്കും അമീമിന് നിങ്ങൾക്ക് ഷദ് കാണാം. നിങ്ങൾ ഓതുന്ന സമയത്ത് മാലക്കും എന്ന് ഓതേണ്ടതില്ല. മുകളിലുള്ള ആയത്തുമായി ചേർത്തി ഓതുന്ന സമയത്താണ് മീമിന് ഷദ് വരും. ഏതുപോലെ നമ്മൾ മുകളിലത്തെ ആയത്ത് ഓതുന്ന സമയത്ത് യുർസിലു സമാഅ അലൈക്കും മിദ്റാറ കഴിഞ്ഞിട്ട് വയുംദിദുക്കും ബി അംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, അവിടെ അൻഹാറ വഖഫ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ മീമിന് ഷദ് കൊടുക്കേണ്ടതില്ല. നമ്മളത് അവിടെ വഖഫ് ചെയ്യാതെ നിർത്താതെ ചേർത്തി ഓതുകയാണെങ്കിൽ വയജഅൽ ലക്കും അൻഹാറം അൻഹാറം മാലക്കും, അങ്ങനെയാണെങ്കിൽ അവിടെ മീമിന് ഷദ് കൊടുക്കേണ്ടതുള്ളൂ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. വഖദ് ദാലിന് സുക്കൂൻ കൊടുക്കും, ഒന്ന് കട്ടി കൂട്ടി ഉച്ചരിക്കുക. വഖദ് ഖലഖക്കും, ഒന്ന് ഖാഫാണ് ഒന്ന് കാഫാണ്. ഖലഖക്കും. അത്വ അത്വ ത്വാഇനും സുക്കൂൻ വരുമ്പോൾ ഒന്ന് കട്ടി കൂട്ടി ഉച്ചരിക്കുക. അത്വാറ. അലം തറൗ കൈഫ ഖലഖല്ലാഹു കൈഫ ഖ തൊണ്ടയിൽ തന്നെ പറയാൻ ശ്രദ്ധിക്കുക. ഖലഖ ഖലഖല്ലാഹു സബ്അ സബ് 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 അവിടെയും ഒന്ന് കട്ടി കൂട്ടി ഉച്ചരിക്കണം. സബ്അ സമാവാത്തിൻ ത്വിബാക, ഒന്ന് ത ഒന്ന് ത്വ ആണ്. സമാവാത്തിൻ ത്വിബാക അവിടെ ഇഖ്ഫ ആണ്, അവ്യക്തമാക്കി മണിച്ചോദനം. സമാവാത്തിൻ ത്വിബാക അങ്ങനെ. പിന്നെ വജഅലൽ ഖമറ ഫീഹിന്ന ഷദ്ദുള്ള നൂന് മണിച്ചോദ. നൂറൻ വ ചേർത്തും മണിച്ചോദ. وجعل القمر فيهن نورا وجعل الشمس سراجا والله أنبتكم അൻബതക്കാണ്, പക്ഷെ അവിടെ
സാക്കിന നൂനിന് ബാ ലെറ്റർ വന്നപ്പോൾ ആ നൂന് നമ്മൾ മീമിന്റെ സൗണ്ടാക്കി മാറ്റി. അമ്പത്തക്കും അമ്പ. അവിടെ ഒരു കുഞ്ഞു മീമ് നിങ്ങൾക്ക് കാണാം, ചെറിയ ഒരു സ്മോൾ മീമില്ലേ. അപ്പൊ അൻ എന്ന് പറയുന്നതിന് പകരം അമ്പത്തക്കും എന്ന് പറയാം. അമ്പതകും മിനൽ അർദി. രണ്ട് മീമ് ഒരുമിച്ച് വരുമ്പോൾ ഒരു മീമ് ഉച്ചരിക്കേണ്ടതുള്ളൂ. അതാണ് അമ്പതകും മിനൽ അർദി നബാത. ثم يعيدكم شدല്ല മീമ് മണിച്ചു. ثم يعيدكم فيها ويخرجكم إخراجا. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഓതി നോക്ക്. ഖുർആൻ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ പിന്നെ ഒന്നുകൂടി ക്ലിയർ ആവും. പാരായണം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ നിയമങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ വഖദ് ഖലഖകും അത്വാറാ അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖാ وجعل القمر فيهن نورا وجعل الشمس سراجا والله أنبتكم من الأرض نباتا ثم يعيدكم فيها ويخرجكم إخراجا. നമ്മൾ കഴിഞ്ഞ അവസാനമായി പറഞ്ഞത് പിന്നെ നൂഹ് അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ രക്ഷിതാവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യണമെന്നുള്ളത്. അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് സമൃദ്ധമായി നിങ്ങൾക്ക് മഴ നൽകും, നിങ്ങൾക്ക് സമ്പത്ത് നൽകും, നിങ്ങൾക്ക് മക്കളെ നൽകും, അതേപോലെ തന്നെ അരുവികളും തോട്ടങ്ങളും ഒക്കെ നൽകും. ഭൗതികമായിട്ടും അതേപോലെ തന്നെ പാരത്രികമായ ജീവിതത്തിൽ രണ്ട് അർത്ഥത്തിലും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഖൈറും ബറക്കാത്തുകൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നൂഹ് അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത്. അതിനുശേഷം ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ആ സമൂഹത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നൂഹ് അലൈഹിസ്സലാമിന്റെ വാക്കുകൾക്ക് വേണ്ട രൂപത്തിലുള്ള ഒരു പിന്നെ എന്താ പറയാ, ആ വാക്കുകൾക്ക് ഒരു തഅലീം, ഒരു മഹത്വം കൽപ്പിക്കുന്നില്ല. അപ്പൊ അത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ഒരു ശരിക്കും ഒരു മൈൻഡ് ഇല്ലാത്തത് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിലൂടെ ചോദിക്കുന്നത്. മാലക്കും, നിങ്ങൾക്ക് എന്തു പറ്റി? മാലക്കും നിങ്ങൾക്ക് എന്തു പറ്റി? ലാ തർജൂന റജ യർജു എന്ന് വെച്ചാൽ ആഗ്രഹിച്ചു എന്നാണ്. റജ യർജു ആഗ്രഹത്തിന് പറയും, താല്പര്യം, ആഗ്രഹം. അതേപോലെ തന്നെ തഫ്സീറുകളിലൊക്കെ ലാ തർജൂന, ലാ തഅലമൂന, ലാ തറൗന, ലാ തഖാഫൂന എന്നൊക്കെയുള്ള അർത്ഥങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അഥവാ പിന്നെ മനസ്സിലാക്കല്, കാണല്, അതേപോലെ പേടിക്കുക എന്നൊക്കെയുള്ള അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നൂഹ് അലൈഹിസ്സലാം ചോദിക്കുന്നു, മാ ലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി? ലാ തർജൂന, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്നില്ല, ലില്ലാഹി അള്ളാഹുവിന്, വഖാറൻ, വഖാർ എന്ന് വെച്ചാൽ അതാണ് ഗാംഭീര്യം അല്ലെങ്കിൽ പിന്നെ മഹത്വം, ഗൗരവം എന്നൊക്കെയാണുള്ള അർത്ഥം. വഖാർ, തഅലീം എന്ന് പറയും, മഹത്വപ്പെടുത്തൽ. അപ്പൊ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിന് ഒരു മഹത്വം നിങ്ങൾ കൽപ്പിക്കുന്നില്ല? മാലക്കും ലാ തർജൂന എന്നുള്ള മാലക്കും ലാ തഅലമൂന വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നില്ല? പണ്ഡിതന്മാർ തഅലമൂന എന്നുള്ള മുഫസ്സിരിങ്ങൾ നൽകി കാണാം. അല്ലെങ്കിൽ ലാ തറൗന, നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിനെ കാണുന്നില്ല? അല്ലെങ്കിൽ ലാ തഖാഫുൻ, എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ല?
അള്ളാഹുവിനെ എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ടതായ ഒരു ഗാംഭീര്യം, ഒരു ഗൗരവം എന്തുകൊണ്ട് നിങ്ങൾ നൽകുന്നില്ല? അതാണ് മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാർ. അതൊരു പിന്നെ ഒരു ഭയങ്കരമായിട്ടൊരു നമ്മളെ പിടിച്ച് കുലുക്കുന്ന ഒരു ചോദ്യമാണ്. അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിന് എന്തുമാത്രം ആ ഒരു ഗാംഭീര്യം നമ്മൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാർ. നൂഹ് അലൈഹി സ്വലാം അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളെ അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു ആകാശ ലോകത്തു നിന്ന് മഴ നൽകുന്നു, നിങ്ങൾക്ക് മക്കളെ നൽകുന്നു, നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്നു, തോട്ടങ്ങളും അരുവികളും നൽകുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് നൽകി. ഇതെല്ലാം അള്ളാഹു ആണെന്ന് നിങ്ങൾക്കറിയാം. വേറൊരാൾക്കും ഇത്തരം കാര്യങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങൾ എന്താണ് അള്ളാഹുവിന് ഒരു വഖാറത്ത് നൽകാത്തത്, ഒരു ഗാംഭീര്യം നൽകാത്തത്, ഒരു തഅലീം, ഒരു മഹത്വം കൽപ്പിക്കാത്തത്? അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. വഖദ് തീർച്ചയായും ഖലഖക്കും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു അത്വാറൻ. അത്വാർ എന്ന് വെച്ചാൽ തൗർ എന്റെ ജമാണ് അത്വാർ. ഘട്ടം ഘട്ടമായി അല്ലെങ്കിൽ വിവിധ അവസ്ഥകളിലായി. അത്വാർ വിവിധ അവസ്ഥകളിലായിക്കൊണ്ട് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. വിവിധ ഘട്ടങ്ങളിലായിക്കൊണ്ട്, വിവിധ ദശകളായിക്കൊണ്ട് നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ഖലഖ എന്ന് വെച്ചാൽ സൃഷ്ടിച്ചു. നമ്മൾ പഠിച്ച പദങ്ങളാണ്. അത്വാർ വിവിധ അവസ്ഥകൾ അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങൾ, വിവിധ രൂപങ്ങൾ എന്നൊക്കെ പറയാം. ഒന്ന് ചേർത്ത് പറയാം. വഖദ് ഖലഖക്കും അത്വാർ. അലം തറൗ നിങ്ങൾ കണ്ടില്ലേ? കൈഫ എങ്ങനെയാണ്? ഖലഖല്ലാഹു അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഖലഖ സൃഷ്ടിച്ചു, ഖലഖല്ലാഹു അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. സബ്അ സമാവാത്, സബ്അ 7, വാഹിദ് ഇസ്നാൻ സലാസ അർബ ഖംസ സിത്ത സബ്അ, സബ്അ 7 സമാവാത് ആകാശങ്ങളെ. സമാഇന്റെ ജംആണ് സമാവാത്ത്. നമ്മുടെ സൂറത്ത് മുൽക്കിലൊക്കെ പഠിച്ചാണ് സമാവാത്ത്. ത്വിബാഖൻ, ത്വിബാഖൻ, ത്വിബാഖൻ എന്ന് വെച്ചാൽ അടുക്കുകളായി, തട്ടുകളായി. ഫലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് ഒന്നിനു മീതെ ഒന്നായി അടുക്കുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. ഫലം തറൗ എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ എന്നുള്ള അതാണ് ഉദ്ദേശിക്കുന്നത്. വജഅലൽ ഖമറ എന്നിട്ട് അവൻ ആക്കിയിരിക്കുന്നു അൽ ഖമറ. ഖമറ എന്ന് വെച്ചാൽ ഖമർ ചന്ദ്രൻ, ഖമർ ബദർ, അതേപോലെ ഹിലാൽ, ഇതൊക്കെ ചന്ദ്രന് പറയുന്ന പേരുകളാണ്. ഹിലാൽ എന്ന് വെച്ചാല് ക്രസൻ മൂണിനാണ് പറയാം. ഫുൾമൂണാണ് ബദറും ഖമറും ഒക്കെ. വജഅലൽ ഖമറ ഖമറിനെ അവനാക്കിയിരിക്കുന്നു ഫീഹിന്ന അതിൽ നൂറൻ പ്രകാശം. വജഅല ശംസ സൂര്യനെ അവനാക്കിയിരിക്കുന്നു സിറാജൻ. സിറാജ് എന്ന് വെച്ചാൽ വിളക്ക്, വെളിച്ചം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ആകാശത്തെ 7 ആകാശത്തെ അവൻ സൃഷ്ടിച്ചു. എന്നിട്ട് അവൻ ചന്ദ്രനെ അവൻ അതിലാക്കി, ചന്ദ്രനെ പ്രകാശമുള്ളതാക്കി തീർത്തു, സൂര്യനെ അവൻ വെളിച്ചമുള്ളതാക്കി തീർത്തു. സിറാജ്. വല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അംബതക്കും പിന്നെ നിങ്ങളെ മുളപ്പിച്ചു. അൻബത്ത യുൻബിതു ആണ്. അൻബത്ത എന്ന എന്റെ വെർബ്. അൻബത്ത മുളപ്പിച്ചു. അൻബത്തക്കും നിങ്ങളെ മുളപ്പിച്ചു. അൻബത്ത അതിന്റെ മുദാരിയാണ്, അതിന്റെ പ്രസന്റ് ടെൻസ് ആണ് യുൻബിതു. അൻബത്ത യുൻബിതു. മിനൽ അർദ് ഭൂമിയിൽ നിന്ന് നിങ്ങളെ അവൻ മുളപ്പിച്ചു. നബാത്തൻ ഒരു മുളപ്പിക്കൽ. സുമ്മ പിന്നെ യുഈദുക്കും പിന്നെ നിങ്ങളെ മടക്കുന്നു. അആദ യുഈദു എന്ന് വെച്ചാൽ മടക്കി എന്നാണ് അർത്ഥം. അആദ യുഈദു പിന്നെ നിങ്ങളെ മടക്കുന്നു ഫീഹ അതില്, അഥവാ ഭൂമിയിലേക്ക്. വയുഖ്രിജുക്കും പിന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അഖ്റജ യുഖ്രിജു പുറത്തു കൊണ്ടുവരാ. അഖ്റജ ഇഖ്റാജൻ ഒരു പുറത്ത് കൊണ്ടുവരൽ. ഖറജ യഖ്റുജു ഖുറൂജ് കണ്ടില്ലേ? ഖറജ യഖ്റുജു ഖുറൂജ്. ദഖല യദ്ഖുലു ദുഖൂൽ.
നമ്മൾ ഖുറൂജ് കാണാം, എക്സിറ്റിന് കാണാം ഖുറൂജ്. ബിൽഡിങ്ങിന്റെ ഒക്കെ നിങ്ങൾ കാണാറില്ലേ ഖുറൂജ്? അതാണ് പദം, ഖറജ യഖ്റുജു. അതുപോലെ ദഖല യദ്ഖുലു, എൻട്രിക്ക് പറയാ ദുഖൂൽ എന്നാണ് പറയാ, ദുഖൂൽ ഖുറൂജ്. ഇവിടെ സുമ്മ യുഈദുക്കും, പിന്നെ അവൻ മടക്കുന്നു, ഫിഹ അതിൽ, വയുഖ്രിജുക്കും എന്നിട്ട് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു, ഇഖ്റാജൻ ഒരു പുറത്ത് കൊണ്ടുവരൽ. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 15 മുതലുള്ള വചനങ്ങൾ അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മുമ്പിലുള്ള സമൂഹത്തോട് പറയുന്ന വാക്കുകളായി കൊണ്ടാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത്. നേരത്തെ പറഞ്ഞ വാക്കുകളൊക്കെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ വാക്കുകളാണ്. ഏതുപോലെ വഖദ് ഖലഖക്കും അത്വാറ എന്ന് പറഞ്ഞത് വരെയുള്ള വചനങ്ങൾ നൂഹ് അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങളായിട്ടും നിങ്ങൾ അള്ളാഹുവിനൊരു ഗാംഭീര്യം കൽപ്പിക്കുന്നില്ലല്ലോ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാർ, നിങ്ങൾ എന്താണ് അതിനൊരു മഹത്വം കൽപ്പിക്കുക? റബ്ബിന്റെ ഒരു വഖാറത്ത്, റബ്ബിന് ഉള്ളൊരു ഗാംഭീര്യം അത് നിങ്ങൾ നൽകുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് നൽകാത്തത്? അവൻ നിങ്ങളെ വിവിധ അവസ്ഥകളിലൂടെ ആണ് നിങ്ങളുടെ വളർച്ച. അങ്ങനെ ആണ് നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. എന്നിരിക്കെ വിവിധ രൂപത്തിൽ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അള്ളാഹു വലിയ ദൃഷ്ടാന്തമാണ് വഫി അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിലേക്ക് നിശ്ചയിച്ചു വെച്ച ശരീരത്തെ നോക്കിയാൽ തന്നെ നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റും. ചക്രവാളങ്ങളിലേക്ക് നോക്കാനും സ്വന്തം നോക്കാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മനുഷ്യന്റെ ഒരു ഘട്ടം എങ്ങനെയൊക്കെയാണ് അല്ലെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു ബീജവും അണ്ടവും കൂടിച്ചേർന്ന് അല്ലെ, കോടിക്കണക്കിൽ ബീജത്തിൽ നിന്ന് ഒരു ബീജമാണ് അണ്ടവുമായി കൂടിച്ചേരുന്നത്. എന്നിട്ട് അത് മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളാഹു അതിനെ സ്ഥാപിക്കുകയാണ്. അത് അള്ളിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിന് സിക്താണ്ഡം, ഭ്രൂണം എന്നൊരു അവസ്ഥയിലേക്ക്, പിന്നെ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ഘട്ടങ്ങളിലൂടെ അതിനെ വളർച്ച അള്ളാഹു കൊണ്ടുവരുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. മനുഷ്യന്റെ വളർച്ചയുടെ ഓരോ ഘട്ടം അല്ലാഹു വളരെ മനോഹരമായി പറയുന്നുണ്ട്. ആദ്യം ബീജമായി നുത്ഫ എന്ന് പറയുന്നതാണ്, ബീജത്തിനാണ് പറയാ, ഇന്ദ്രിയ ബിന്ദു. അത് തുടങ്ങി അതിന് അള്ളാഹു ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് അതിനെ അള്ളാഹു സ്ഥാപിച്ചു. എന്നിട്ട് അതിനെ അള്ളാഹു രക്തപിണ്ഡം, അത് മാംസപിണ്ഡമാക്കി, അത് എല്ലിന്റെ രൂപമാക്കി, എല്ലിനെ മാംസം പൊതിയുന്ന അവസ്ഥയിലാക്കി. എന്നിട്ട് അള്ളാഹു ഒരു നല്ലൊരു സൃഷ്ടിപ്പാക്കി അതിനെ മാറ്റി. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ജനിക്കുന്നു, പിന്നീട് നിങ്ങൾ മരിക്കുന്നു, പിന്നീട് വീണ്ടും നിങ്ങളെ അള്ളാഹു ജനിപ്പിക്കുന്നു. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ, പിന്നെ നിങ്ങൾ മയ്യത്താണ്. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസുൻ, പിന്നെ ഖിയാമത്ത് നാളിൽ നിങ്ങളെ അള്ളാഹു രണ്ടാമത് ജീവിപ്പിക്കുന്നത്. ഈ ഘട്ടം ജനനത്തിന്റെ ഘട്ടത്തിന്റെ എല്ലാ അവസ്ഥയും മരണം വരെ ഉള്ളതൊക്കെ മനുഷ്യന്മാർ അംഗീകരിക്കും. പിന്നെ കുറച്ച് ആളുകൾ ബുദ്ധിയുണ്ട് എന്ന് ഭയങ്കരമായിട്ട് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ അതിനുശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. അപ്പൊ അള്ളാഹു അതുകൊണ്ടാണ് അത് വളരെ ആ ഘട്ടത്തെ കുറിച്ച് ഓരോന്നും അള്ളാഹു പഠിപ്പിക്കുന്നത്. ഒരു കുട്ടിയുടെ വളർച്ച നിങ്ങൾ ആലോചിച്ച്, ഒരു ഉമ്മ ഒരു വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ തന്നെ നടക്കാൻ പറ്റൂല അല്ലെ? ഒരു മനുഷ്യന്റെ ഒരു വയറിൽ എത്ര സാധനം വെക്കാൻ പറ്റുക? അങ്ങനെയുള്ളതില് എത്ര 3, 3.5, 4, 4.5 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ അള്ളാഹു ഒരു വയറ്റിൽ ഇങ്ങനെ നിർത്തുന്നു.
3 ഇരുട്ടറകൾക്കുള്ളിൽ അള്ളാഹുവിനെ നിക്ഷേപിക്കുന്ന കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാണ്. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുമറിൽ പറയുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ മേഖലയിലെ വിശദീകരിക്കുന്നത് സയന്റിഫിക്കലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് എന്നേക്കാളേറെ അറിവും കാര്യങ്ങളുണ്ട്. അപ്പൊ അള്ളാഹു അതിന്റെ ഓരോ വളർച്ചയും സുബ്ഹാനല്ലാഹ് ഓരോ ഘട്ടവും ആ കുഞ്ഞിനെ പൊക്കിൾ കൊടിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫുഡ് പൈപ്പ് അള്ളാഹു ഒരു വയറ് കണക്ഷൻ വലിച്ചിട്ടുണ്ടല്ലോ ഉമ്മയുമായ കുഞ്ഞിലേക്ക്. അതിലൂടെ അതിനെ ഉമ്മ തിന്നുന്ന ഭക്ഷണത്തിൽ നിന്നൊരു വിഹിതം അള്ളാഹു അവിടെ കൊടുക്കുകയാണ്. ആ പൊക്കിൾ തന്നെ നമുക്കല്ല, പൊക്കിൾ കൂടി തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നെർവില്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അതാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അത് മുറിക്കുന്നതിനോ അത് വേർപെടുന്നതിനോ എന്തുമാത്രം വേദന ഉണ്ടാവും. അള്ളാഹു അതൊക്കെ ഒന്ന് സംവിധാനിച്ച് ഓരോ കാര്യങ്ങളും ആലോചിച്ച് നോക്ക്. അതേപോലെ പ്രസവിച്ച് പുറത്ത് വന്നാൽ ആ കുഞ്ഞിന് ആദ്യം കൊടുക്കുന്ന മുലപ്പാല്. അപ്പൊ മനുഷ്യന്റെ ഓരോ ഘട്ടം ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നമ്മളെ അള്ളാഹു ജനിപ്പിച്ചിട്ട് മനുഷ്യന് പിന്നെ പിന്നെ ഓരോ ഘട്ടത്തിൽ അള്ളാഹു അങ്ങനെ വളർത്തിക്കൊണ്ടുവരും. അതാണ് അള്ളാഹുവിടെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഖദ് ഖലഖക്കും അത്വാറ, വിവിധ ഘട്ടങ്ങളെ വിവിധ അവസ്ഥകളിലൂടെയാണ് നിങ്ങളെ വളർച്ച. എന്നിട്ട് പിന്നെ മനുഷ്യനെ അള്ളാഹു അതിന്റെ തളർച്ചയിലേക്കാണ് വീണ്ടും കൊണ്ടുപോവുക. ഇല അർദലിൽ ഉംർ എന്ന് പറയുന്ന സൂറത്തുൽ ഹജ്ജിൽ നിങ്ങളെ പിന്നെ പിന്നോട്ടേക്കാണ് പിന്നെ വരിക. നമ്മളെ വളർച്ചയുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്, പിന്നെ തളർച്ചയാണ്. അപ്പൊ ആ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള റബ്ബിനെ എന്താണ് നിങ്ങൾ ആ റബ്ബിനുള്ള ഒരു ഗാംഭീര്യം കൊടുക്കാത്തത്? നമ്മൾ കൊടുക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? റബ്ബിന് റബ്ബിൻ്റെതായ ഒരു മഹത്വം എന്ന് പറയുന്നത് നമ്മളൊക്കെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ കൊടുക്കുന്നത്? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിനും സഹാബത്തിനും ഒക്കെ അള്ളാഹു എന്ന് പറയുമ്പോൾ ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും. ഈമാനുള്ളവരാരാ? അള്ളാഹിനെ കുറിച്ച് പറയപ്പെട്ട അവർക്ക് ശരിക്ക് നടുങ്ങുമെന്നാണ്, അവർ പേടിക്കുമെന്നുള്ളതാണ്. അള്ളാഹിന്റെ ആയത്തുകൾ പറയുമ്പോൾ അവർക്ക് മനസ്സിൽ ഈമാൻ വർദ്ധിക്കുമെന്നാണ്. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് നടുങ്ങുന്നത്? അള്ളാഹുവിന്റെ നരകത്തെ കുറിച്ച് നമുക്ക് എവിടെയാണ് പേടി തോന്നുന്നത്? അള്ളാഹുവിന്റെ ഗാംഭീര്യത്തിന്റെ വഖാർ, റബ്ബിന്റെ ആ മുമ്പിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ. റബ്ബ് എന്ന് പറയുമ്പോൾ റബ്ബിന് ഉണ്ടാവേണ്ട അവന് കൊടുക്കേണ്ട ഏറ്റവും വലിയ തഅലീം ഉണ്ടല്ലോ, ആ ഒരു ഗൗരവം, ആ ഗാംഭീര്യം, ആ മഹത്വം, അത് നഷ്ടപ്പെടുത്തരുത് ഒരിക്കലും. അതാണ് നൂഹ് അലൈഹി ഇസ്ലാം എന്തുകൊണ്ടാണ് നിങ്ങളെ നൽകാത്തത് എന്ന് പറയുന്നത്. ശേഷം അള്ളാഹു ഭൗതികമായ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്. അള്ളാഹു ചിന്തിക്കാൻ വേണ്ടി 7 ആകാശത്തെ അള്ളാഹു സൃഷ്ടിച്ചു. നിങ്ങൾ കാണുന്നില്ലേ എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്? നമ്മൾ സൂറത്ത് മുൽക്ക് എടുത്ത സമയത്ത് അതിന്റെ തുടക്കം തന്നെ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുമായ ആകാശലോകത്തിൽ നിങ്ങൾ നോക്ക്, എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞില്ല. നിങ്ങളെ കണ്ണ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും, നിങ്ങൾക്കൊരു പോരായ്മയും നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖലഖ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തൂണുകളെ കൊണ്ട് അള്ളാഹു ആകാശത്തെ പിന്നെ നിലനിർത്തി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മളെ കണ്ടുകൊണ്ട് അത് കാണാൻ പറ്റൂല. സാധാരണ ഇത് മുകളിൽ സാധനം നിൽക്കണ ഒരു ഒരു പില്ലർ വേണ്ടേ? എവിടെയാണ് ആകാശത്തിനുള്ളത്? അത് അള്ളാഹു പ്രത്യേകമായി അതിനെ നിലനിർത്തി എന്നുള്ളതാണ്. ഇപ്പൊ ഗുരുത്വാകർഷണ ബലത്തിന്റെ ഒക്കെ പിന്നിലൂടെയൊക്കെയാണ് അള്ളാഹു ഇതിനെ നിലനിർത്തുന്നത്. സുബ്ഹാനല്ലാഹ്. ഒക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സൂചനകളാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ എങ്ങനെയാണ് അടുക്കുകളായിക്കൊണ്ട് 7 ആകാശത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഖുർആനില് 7 ആകാശം എന്ന് തന്നെയാണ് അള്ളാഹു പല ഭാഗങ്ങളിലായി കൊണ്ട് പറയുന്നത്. പക്ഷെ ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ അവിടെ പ്ലൂറലായിട്ട് ഉപയോഗിച്ചിട്ടില്ല, ഏകവചനം മാത്രമാണ്. അർള് എന്നാണ് ഉപയോഗിച്ചത്, അറാദ് എന്ന് എവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഭൂമി ഒന്ന് തന്നെയാണ്. ആകാശം എന്ന് പറയുന്ന 7 എണ്ണം ഉണ്ട് എന്നുള്ളത് സയന്റിഫിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോ ഒന്നതാണ്, ആ ആകാശത്തിൽ അള്ളാഹു സുബ്ഹാനഹു ചന്ദ്രനെ ഒരു വെളിച്ചം, ഒരു പ്രകാശമാക്കി തീർത്തു. നമുക്കൊക്കെ അറിയാം, ശരിക്കും സൂര്യന്റെ പ്രകാശമാണ് ചന്ദ്രൻ ലഭിക്കുന്നത്. സൂര്യന്റെ പ്രകാശത്തിനെ പ്രതിഫലിപ്പിച്ചാണ് പിന്നെ ചന്ദ്രനിലേക്ക് സ്വീകരിക്കുന്നത്. ഇപ്പൊ ശരിക്കും 2 പദങ്ങളും അള്ളാഹു ഉപയോഗിച്ചതിൽ തന്നെ പണ്ഡിതന്മാർ ധാരാളം പിന്നെ അർത്ഥങ്ങൾ കൊടുക്കും. 100 എന്ന് പറയുന്നത് സ്വന്തമായി ഉണ്ടാവുന്ന കാര്യത്തിന് 100 എന്ന് പറയൂല. സിറാജ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ സ്വയം പ്രകാശിക്കുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിത്തീരുന്നത്. സൂറത്തുൽ നബഇൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, വബനൈന ഫൗഖകും സബ്അൻ ശിദാദ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മീതെ വളരെ ശക്തമായിട്ടുള്ള 7 ആകാശത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല
പണിതിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. വജഅൽന സിറാജൻ വഹാജ, അതേപോലെ കത്തിജ്വലിക്കുന്ന വിളക്കിനെ അള്ളാഹു അവിടെ ആക്കി തീർത്തു. സൂര്യനെയാണ് അവിടെ അള്ളാഹു പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രയോഗം തന്നെ, സിറാജും നൂറും എന്നുള്ള പ്രയോഗം തന്നെ അറബി ഭാഷ പഠിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടും അന്ന് എഴുതാനും വായിക്കാനും അറിയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പദങ്ങൾ ഉപയോഗിച്ചത് തന്നെ, അഥവാ അള്ളാഹുവിന്റെ റസൂൽ അല്ല, അത് റബ്ബാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ആയത്തുകൾ തന്നെ ധാരാളമാണ്. മുഹമ്മദ് എഴുതി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്കുണ്ടല്ലോ, അവരൊക്കെ ചിന്തിക്കാൻ മാത്രമുണ്ട് ഈ ആയത്ത് തന്നെ. ഇങ്ങനെ നൂറായിട്ടും ഖമറിനെ നൂറായിട്ടും ഷംസിനെ സിറാജായിട്ടും അള്ളാഹു നിശ്ചയിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ, നിങ്ങളെ അള്ളാഹു ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു. വ്യത്യസ്തമായ ഒരുപാട് വിശദീകരണങ്ങൾ അതിന് നൽകുന്നുണ്ട്. ശരിക്കും ചെടികൾ മുളപ്പിക്കുന്നതിനാണ് അൻബത്ത എന്ന് പറയും. സൃഷ്ടിക്കുക എന്നുള്ള ഖലഖാന്നോ അതേപോലെ തന്നെ അൻഷ എന്നൊക്കെയാണ് പറയാം. അപ്പൊ അവിടെ മനുഷ്യന്റെ ഒരു ജന്മം അല്ലെ എന്ന് പറയുന്നത്, അവന്റെ ഒരു ബീജം ആയി തീരുന്നതും ഒക്കെ തന്നെ ശരിക്കും എന്താണ്, ചെടികളിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് മുളപ്പിച്ച വസ്തുക്കളിൽ നിന്നുള്ള സത്തയാണ് ഒരു മനുഷ്യന്റെ പിന്നെ ഈ പറയുന്ന ബീജവും അണ്ടവും എന്നൊക്കെ പറയുന്നത്. ആ അർത്ഥത്തിലൊക്കെ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും അള്ളാഹുവിന്റെ ആ ഒരു പ്രയോഗം തന്നെ അത്ഭുതകരമായ ഒരു പ്രയോഗമാണ്, മനുഷ്യനെ ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു എന്നുള്ളത്. ആ ഭൂമിയിലേക്ക് തന്നെ മനുഷ്യൻ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ മടക്കും. സുമ്മ യുഈദുക്കും, പിന്നെ നിങ്ങൾ ആദ യുഈദു, യുഈദുക്കും, നിങ്ങളെ അവൻ മടക്കുന്നു, ഫീഹ, അതിലേക്ക്, അഥവാ ഭൂമിയിലേക്ക്. ഇപ്പൊ മനുഷ്യനൊക്കെ നമ്മൾ എത്ര എന്തെല്ലാം തരത്തിൽ എങ്ങനെയൊക്കെ നമ്മൾ ദൈവത്തെ നിഷേധിച്ചാലും പരലോകത്തെ നിഷേധിച്ചാലും ഒക്കെ മരണം അനിവാര്യമാണ്. അത് ഏതൊരു മനുഷ്യത്തിൽ നിന്നും മാറിപ്പോവാൻ കഴിയില്ല. ഭൂമിയിലേക്ക് തന്നെ നമുക്ക് മടങ്ങാനുള്ളത്. സൂറത്തു ത്വാഹയിൽ അല്ലാഹു പറയുന്നുണ്ട്, മിൻഹ ഖലഖനാകും, പിന്നെ നിങ്ങൾ അതിൽ നിന്ന് നാം സൃഷ്ടിച്ചു. വഫീഹ നുഈദുക്കും, എന്നിട്ട് പിന്നെ നിങ്ങൾ അതിലേക്ക് മടക്കുന്നു. വമിൻഹ നുഖ്രിജുക്കും, പിന്നെ നിങ്ങളെ വീണ്ടും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. താറത്തൻ നുഖ്റ, മറ്റൊരു പ്രാവശ്യം. സാധാരണ ഈ നമ്മൾ കബറടക്കുന്ന സമയത്ത് 3 പിടി മണ്ണ് വാരിയിടുന്ന സമയത്ത് സാധാരണ ഇങ്ങനെ പറയുന്നുണ്ട്, മിൻഹാ ഖലഖനാകും വഫീഹ നുഈദുക്കും വമിൻഹ നുഖ്രിജുക്കും താറത്തൻ നുഖ്റ എന്നുള്ളത്. സത്യത്തില് അങ്ങനെ പറയാറുണ്ടെങ്കിൽ ഹദീസിന്റെ പിൻബലമില്ല ആ വർത്താനത്തിന്. 3 പിടി മണ്ണ് വാരിയിടുക എന്നുള്ളത് ഹദീസിന്റെ പിൻബലമുണ്ട്. പക്ഷെ ഈ പറയുന്ന ഇത് സ്വഹിയായി വന്നിട്ടില്ല. പക്ഷെ ഇത് പറയുന്നത് കറക്റ്റ് ആണ്. അതിന്റെ ആശയങ്ങൾ നോക്കുമ്പോൾ വളരെ അതിന് യോജിച്ചതാണ്. ഏതുപോലെ മിൻഹാ ഖലഖനാകും, പിന്നെ നിങ്ങളെ അതിൽ നിന്ന് നാം സൃഷ്ടിച്ചു. വഫീഹ നുഈദുക്കും, പിന്നെ നിങ്ങൾ അതിലേക്ക് നാം മടക്കുന്നു. വമിൻഹാ നുഖ്രിജുക്കും, പിന്നെ നിങ്ങളെ വീണ്ടും ഞാൻ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. താറത്തുൽ ഉഖ്റ, മറ്റൊരു പ്രാവശ്യം. അപ്പോൾ പറയുന്നത് അതിന് യോജിച്ചതാണെങ്കിലും അത് ഹദീസിന്റെ ഒരു പിൻബല സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നമ്മുടെ ഒക്കെ ഒരു നിശ്ചയിച്ച ഒരു അന്ത്യമുണ്ട്, ഒരു അവസാനമുണ്ട്. അള്ളാഹുലേക്കാണ് തിരിച്ചു പോവേണ്ടത്. അപ്പോ അതാണ് സുമ്മ യുഈദുക്കും, പിന്നെ നിങ്ങളെ മടക്കുന്നു, ഫിഹാദിലേക്ക്, ആ ഭൂമിയിലേക്ക്, ആ മുളപ്പിച്ച എന്തിൽ നിന്നാണോ നമ്മൾ വന്നത് അതിലേക്ക് തന്നെ തിരിച്ചു പോകണം. അത് അള്ളാഹു വീണ്ടും പിന്നെ അതിൽ നിന്ന് പുറത്തു വീണ്ടും കൊണ്ടുവരും. മറ്റൊരു പ്രാവശ്യം നിങ്ങളെ കൊണ്ടുവരും. അതാണ് യൗമുൽ ഖിയാമ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് കൂടുതൽ പിന്നെ പ്രാപഞ്ചികമായ കഴിവുകളിലൂടെ, അറിവുകളിലൂടെ, പ്രപഞ്ചം എന്ന് പറയുന്ന, യൂണിവേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ തന്നെ പിന്നെ അത്ഭുതപ്പെടുന്നത്. എവിടെയും എത്തിയിട്ടില്ല ലോകത്തിന്. ഇത്രയും നമ്മൾ അറിവിന്റെ വിസ്ഫോടനം നടക്കുന്ന കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ പോലും പ്രപഞ്ചം അനുദിനം അത് ശരിക്കും വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു തീരുമാനത്തില് ഒരു സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായി പറയാനൊന്നും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെയൊക്കെ ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോഴാണ് മനുഷ്യന്മാർ ആകെ കുഴഞ്ഞു പോകുന്നത്. അപ്പൊ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് ഒന്നുകൂടി അള്ളാഹു ഭൗതികമായ ചില ദൃഷ്ടാന്തങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വിശ്വാസികളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു റസൂല് മുമ്പിലുണ്ടായിരുന്ന ഇതിനെ നിഷേധിക്കുന്ന ആളുകളോടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴൊക്കെ തന്നെ നമ്മുടേതായ ഈമാനിനും ശക്തമായ പിന്നെ ഒരു മാറ്റങ്ങൾ ഉണ്ടായിത്തീരണം എന്ന് കൂടി ഓർമ്മപ്പെടുത്താൻ അള്ളാഹു ഖുർആനിനെ, പരിശുദ്ധ ഈ ഒരു റബ്ബിന്റെ കലാമിനെ ധാരാളം അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും ഒക്കെ അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുന്നൊരു കൂട്ടം അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ കലാം പഠിക്കാനുള്ള എളിയ ഈ ശ്രമം, ചെറിയൊരു സമയം
നമ്മളിൽ നിന്നും അള്ളാഹു ചെറിയ സമയമാണെങ്കിലും വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. والسلام عليكم ورحمه الله وبركاته. وعليكم السلام ورحمة الله وبركاته.